നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി ആയില്ലേ എന്ന 10-12 ദിവസത്തെ ചോദ്യങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചത്. അത് ജനങ്ങൾ പറഞ്ഞ മുഖ്യമന്ത്രി തന്നെയായിരുന്നു. മുഖ്യമന്ത്രി ആയതിനു പിന്നാലെ എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡ് ആൻഡ് ഫാസ്റ്റ് ആണ്. നേരത്തെ തന്നെ ചില ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാനുള്ള ഒരു ചെറിയ കാലതാമസം മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടക്കും എന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ആദ്യ നിയമസഭാ സമ്മേളനം എന്നാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. കേരളത്തിന്റെ 16ാം നിയമസഭയുടെ അമരക്കാരനായി മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തിയേക്കും എന്നുള്ള വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. സ്പീക്കർ പദവിയിലേക്ക് തിരുവഞ്ചൂരിന്റെ പേരിനാണ് കോൺഗ്രസിനുള്ളിൽ നിലവിൽ മുൻതൂക്കം ഉള്ളത്. പാർലമെന്ററി കാര്യങ്ങളിൽ അദ്ദേഹത്തിനുള്ള അഗാധമായ അറിവും ഭരണപരിചയവും അതുതന്നെയാണ് ഭരണപരിചയവും സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്നുമാണ് ഹൈക്കമാൻഡിന്റെയും വി.ഡി. സതീശന്റെയും വിലയിരുത്തൽ. മന്ത്രിസഭാ രൂപീകരണത്തിനൊപ്പം തന്നെ സ്പീക്കർ പദവി സംബന്ധിച്ചുള്ള ചർച്ചകൾ നാളെ നടക്കുമെന്നാണ് UDF യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം മെയ് മാസം, അതായത് ഈ മാസം 21-ാം തീയതി ചേരാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അന്ന് തന്നെയാണ് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. മെയ് 22-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന നേതാക്കളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിനൊപ്പം തന്നെ സഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ പരിചയസമ്പന്നരായ ഒരാൾ സ്പീക്കർ പദവിയിൽ വേണമെന്ന നിർബന്ധം വി.ഡി. സതീശന് ഉണ്ട്. തിരുവഞ്ചൂർ സ്പീക്കർ ആകുന്നതോടുകൂടി സഭയിലെ പ്രതിപക്ഷ നീക്കങ്ങളെയും ഭരണപക്ഷ താൽപര്യങ്ങളെയും സന്തുലിതമായി തന്നെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട്. മെയ് 29 നടക്കുന്ന ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാന ഘടകം. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ വ്യക്തമായ രൂപരേഖ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകും. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ചേർത്തുപിടിക്കുന്ന ഒട്ടനവധി ജനകീയ പ്രഖ്യാപനങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ വി.ഡി. സതീശൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമുള്ള പ്രത്യേക പദ്ധതികൾ ഇതിൽ ഉണ്ടാകും. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ചയാണ് നടക്കുന്നത്. മെയ് 18 രാവിലെയാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനും ഒപ്പം ഘടകകക്ഷി മന്ത്രിമാരും അന്നേ ദിവസം അധികാരമേൽക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഉണ്ടായ കാലതാമസം മന്ത്രിസഭാ രൂപീകരണത്തിലോ സഭാ നടപടികളിലോ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഉടൻ തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കാനാണ് സർക്കാരിന്റെ നീക്കം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ തന്നെ മന്ത്രിസഭയിലെ സാമുദായിക സമവാക്യങ്ങളും പാർട്ടി പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹം സ്പീക്കറായാൽ കോട്ടയം ജില്ലയിൽ നിന്നുള്ള മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വന്നേക്കാം. എങ്കിലും സഭ നിയന്ത്രിക്കാൻ തിരുവഞ്ചൂരിനോടുള്ള പ്രാപ്തനായ മറ്റൊരു നേതാവ് നിലവിൽ UDF നിരയിൽ ഇല്ല എന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കം. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം മെറിറ്റിന് പ്രാധാന്യം നൽകിയാകും സ്പീക്കർ തെരഞ്ഞെടുപ്പ്. പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും വൻ മുൻഗണന ലഭിക്കുമെന്നാണ് സൂചന. കടക്കെണിയിലായ കർഷകർക്ക് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളുടെ തറവില വർദ്ധിപ്പിക്കുന്ന കാര്യവും നയപ്രഖ്യാപനത്തിൽ ഇടം പിടിക്കും. ജനകീയ സർക്കാർ എന്ന പ്രതിച്ഛായ ആദ്യ നാളുകളിൽ തന്നെ നേടിയെടുക്കാനാണ് വി.ഡി. സതീശന്റെ ലക്ഷ്യം. ഇതിനായി പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ ആദ്യം 100 ദിവസത്തിനുള്ളിൽ തന്നെ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മെയ് 29-ന് നയപ്രഖ്യാപനം നടത്തുന്നതോടുകൂടി സർക്കാരിന്റെ ഭാവി പരിപാടികളെക്കുറിച്ച് വ്യക്തമായ ചിത്രം ലഭിക്കും. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങളും തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതികളും നയപ്രഖ്യാപനത്തിൽ ഊന്നൽ നൽകുന്ന വിഷയങ്ങളാണ്. യുവാക്കളെയും സ്ത്രീകളെയും ലക്ഷ്യമിടുന്ന പ്രത്യേക സ്വയം തൊഴിൽ പദ്ധതികളും പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. സ്പീക്കർ പദവി സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നാളെ വൈകുന്നേരം UDF കൺവീനർ നടത്തും. തിരുവഞ്ചൂരിനൊപ്പം മറ്റ് ചില പേരുകളും ചർച്ചയിലുണ്ടെങ്കിലും അദ്ദേഹത്തിനുള്ള സ്വീകാര്യത ഗുണകരമാകുമെന്നാണ് കരുതപ്പെടുന്നത്. സ്പീക്കർ എന്ന നിലയിൽ നിഷ്പക്ഷമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ സർക്കാരിന്റെ ലെജിസ്ലേറ്റീവ് അജണ്ടകൾ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് നേതൃത്വം കരുതുന്നു. തിങ്കളാഴ്ച അധികാരമേൽക്കുന്ന വി.ഡി. സതീശൻ സർക്കാർ കേരളത്തിന്റെ വികസനത്തിന് പുതിയ വേഗത നൽകുമെന്നാണ് അണികളുടെ പ്രതീക്ഷ. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പ്രമുഖ ദേശീയ നേതാക്കളും അയൽ സംസ്ഥാന മുഖ്യമന്ത്രിമാരും എത്തുന്നത് ചടങ്ങിന്റെ പകിട്ട് വർദ്ധിപ്പിക്കും. സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഉടൻ ചേരുന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ചില സുപ്രധാന തീരുമാനങ്ങൾ
തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സതീശൻ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ചുരുക്കത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ പദവിയിലേക്ക് എത്തുന്നതും ജനകീയ പ്രഖ്യാപനങ്ങളോടെയുള്ള നയപ്രഖ്യാപനവും കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു തുടക്കമാകും. അഴിമതിരഹിതവും ജനപക്ഷത്ത് നിൽക്കുന്നതുമായ ഒരു ഭരണം കാഴ്ചവെക്കുമെന്ന ഉറപ്പോടുകൂടിയാണ് UDF സർക്കാർ അധികാരത്തിലേറുന്നത്. വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന ഓരോ തീരുമാനങ്ങളും VD സതീശൻ എന്ന ഭരണാധികാരിയുടെ കരുത്ത് തെളിയിക്കുന്നതാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരള രാഷ്ട്രീയത്തിൽ അധികാര കൈമാറ്റം ഭരണസിരാ കേന്ദ്രങ്ങളിൽ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ നിറത്തിലും മാറ്റം വരുന്നു തുടങ്ങുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്ന കരുത്തുറ്റ കറുത്ത കാറുകൾ പോലീസ് ആസ്ഥാനത്തേക്ക് മടങ്ങിയതോടുകൂടി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഔദ്യോഗിക യാത്രകൾക്കായി വെള്ള കാറുകൾ തെരഞ്ഞെടുത്തു. കറുത്ത കാറുകളോടുള്ള സതീശന്റെ വൈമുഖ്യം ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ, പിണറായി വിജയൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കാത്തിരിക്കുന്നത് അപൂർവമായൊരു രാഷ്ട്രീയ യാദൃച്ഛികത തന്നെയാണ്. മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞെങ്കിലും പിണറായി വിജയന് പഴയ കറുത്ത വാഹനങ്ങൾ തന്നെ തുടർന്നും ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് സൂചന. സാധാരണ നിലയിൽ മുഖ്യമന്ത്രി പടിയിറങ്ങുമ്പോൾ ഔദ്യോഗിക വാഹനങ്ങൾ പുതിയ ഭരണാധികാരിക്ക് കൈമാറുകയാണ് പതിവ്. എന്നാൽ കറുത്ത വാഹനങ്ങൾ വേണ്ടെന്ന സതീശന്റെ തീരുമാനം പിണറായി വിജയന് ഗുണകരമാകും. മികച്ച കണ്ടീഷനിലുള്ള ഈ പ്രീമിയം കറുത്ത കാറുകൾ ഇനി പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി നീക്കിവെക്കാൻ പോലീസ് ആസ്ഥാനത്ത് ആലോചനയുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവ് പുതിയ കാർ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് അനുവദിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന അതേ പ്രീമിയം വാഹനങ്ങൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും പിണറായി വിജയൻ ഉപയോഗിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അങ്ങനെ വന്നാൽ അത് ഒരു അപൂർവ ഭാഗ്യമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. സർക്കാർ ഉടമസ്ഥയിലുള്ളതും എന്നാൽ പുതിയ മുഖ്യമന്ത്രി നിരസിച്ചതുമായ ഈ വാഹനങ്ങൾ പ്രതിപക്ഷ നേതാവിന് അനുവദിക്കുന്നതിൽ നിയമ തടസ്സങ്ങളില്ല. കറുപ്പ് നിറത്തോടുള്ള പിണറായിയുടെ പ്രത്യേക താല്പര്യം ഇതോടെ ഔദ്യോഗിക പദവി മാറുമ്പോഴും തുടരാനാകും എന്നാണ് പറയുന്നത്. സതീശന്റെ വരവ് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന നന്ദൻകോട് നിവാസികൾക്കാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്ലിഫ് ഹൗസിന് പരിസരത്തും ഏർപ്പെടുത്തിയിരുന്ന കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങൾ പ്രദേശവാസികളുടെ സൗരജീവിതത്തിന് വലിയ തടസ്സമായിരുന്നു. റോഡുകൾ അടച്ചിടുന്നതും വാഹനങ്ങൾ മണിക്കൂറോളം തിരിച്ചു വിടുന്നതും നന്ദൻകോട്ടെ സ്ഥിരം കാഴ്ചയായിരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തോടുകൂടി ഈ സുരക്ഷാ ഭാരത്തിൽ നിന്ന് നന്ദൻകോടിന് മോചനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. തന്റെ യാത്രയ്ക്കായി റോഡുകൾ ബ്ലോക്ക് ചെയ്യരുത് എന്നും ജനങ്ങളെ വഴിയിൽ തടയരുത് എന്നും VD സതീശൻ കർശന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ യാത്രകൾ മൂലം ഗതാഗതക്കുരുക്ക് ഉണ്ടാകാൻ പാടില്ലെന്ന സതീശന്റെ നിലപാട് നന്ദൻകോട് ജംഗ്ഷൻ വഴി യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും. വാഹനവ്യൂഹം വെട്ടിച്ചുരുക്കുന്നതിലൂടെ ലളിതമായ ഒരു ഭരണശൈലിയാണ് സതീശൻ വിഭാഗം ചെയ്യുന്നത്. ആഡംബരങ്ങളോടെ കിലോമീറ്ററുകൾ നീളുന്ന അകമ്പടി വാഹനങ്ങളോ തനിക്ക് ആവശ്യമില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. കറുപ്പ് മാറ്റി വെള്ള നിറം തിരഞ്ഞെടുത്തതിലൂടെ കൂടുതൽ ജനകീയതയും സുതാര്യവുമായ ഒരു മുഖം ഭരണകൂടത്തിന് നൽകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. സുരക്ഷാ സന്നാഹങ്ങൾ കുറയുന്നതോടുകൂടി പോലീസിന്റെ ജോലിഭാരം ഗണ്യമായി കുറയുകയും ചെയ്യും. ഈ ക്ലിഫ് ഹൗസ് പരിസരത്തെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നത് തലസ്ഥാനത്തെ ഗതാഗത സംവിധാനത്തിലും പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരും. സമരങ്ങളും നിരോധനാജ്ഞകളും മൂലം പലപ്പോഴും സ്തംഭിക്കാറുള്ള നന്ദൻകോട് മേഖല ഇനി മുതൽ കൂടുതൽ സ്വതന്ത്രമായി ശ്വസിക്കും. സുരക്ഷയുടെ പേരിൽ സാധാരണക്കാരെ അകറ്റി നിർത്തുന്ന രീതിക്ക് മാറ്റം വരുത്തുമെന്ന സതീശന്റെ ഉറപ്പ് ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. അധികാരത്തിന്റെ കടുപ്പമേറിയ കറുപ്പ് നിറങ്ങളിൽ നിന്ന് ലാളിത്യത്തിന്റെ വെള്ളയിലേക്ക് കേരളം മാറുമ്പോൾ അത് കേവലം ഒരു നിറം മാറ്റം മാത്രമല്ല, മറിച്ച് രാഷ്ട്രീയ സംസ്കാരത്തിലെ വലിയൊരു ചുവടുമാറ്റം കൂടിയാണ്. കറുത്ത കാറുകൾ കടന്നു പോകുമ്പോൾ ഭയപ്പാടോടു നോക്കി നിൽക്കുന്ന ജനങ്ങൾക്ക് മുന്നിലേക്ക് തടസ്സങ്ങളില്ലാതെ വെള്ളക്കാറിൽ മുഖ്യമന്ത്രി എത്തുമ്പോൾ അത് പുതിയൊരു ജനാധിപത്യ ബോധ്യത്തിന്റെ തെളിവായി മാറുകയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ കറുത്ത കാറുകളിൽ തന്നെ തുടരുമ്പോൾ സതീശൻ തന്നെ വെളുത്ത വാഹനത്തിൽ പുതിയൊരു കേരളത്തെ നയിക്കാൻ ഇറങ്ങുകയാണ്. അധികാരത്തിന്റെ ഗർവ് സുരക്ഷാ വലയത്തിലല്ല, ജനങ്ങളുടെ സ്നേഹത്തിലാണെന്ന സതീശന്റെ സന്ദേശം ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു.